ഈയിടെയായിട്ട് നമ്മുടെ ഒ പിയിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഒരു ലോട്ട് ഓഫ് ഹിപ്പ് ഡിസ്ലൊക്കേഷൻസ് ആർ ഗെറ്റിംഗ് മിസ്ഡ്, ഓർ നമ്മുടെ ഹിപ്പ് ഡിസ്ലൊക്കേഷൻസിന് ഒരു പ്രാധാന്യം കുറയുന്നുണ്ടോ എന്നൊരു അതായത് പല ലേറ്റ് പ്രസൻറ്റിങ് ഹിപ്പ് ഡിസ്ലൊക്കേഷൻസും ഹിപ്പ് ഡിസ്പ്ലേസിയാസും വരുന്നുണ്ട് ഒ പിയിൽ. നമ്മുടെ ഒരു പീഡിയാട്രിക് ഓർത്തോ ഇപ്പം മൈത്രയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷം കഴിഞ്ഞു. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഹിപ്പ് ഡിസ്പ്ലേസിയാസും കാണാനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാവാം ചിലപ്പം കൂടുതൽ കേസുകൾ അങ്ങനെ വരുന്നത്. എന്നാലും ഒരു അവയർനെസ് കുറവുണ്ട് ഹിപ്പ് ഡിസ്പ്ലേസിയയുടെ കാര്യത്തിൽ. അപ്പോൾ അമീഷിൻ്റെ എന്താണ് അഭിപ്രായം ഹിപ്പ് ഡിസ്പ്ലേസിയ? ഇപ്പം നമ്മൾ പറഞ്ഞ 2-2.5 വർഷമായിട്ടുണ്ട് പീഡിയാട്രിക് ഓർത്തോ നമ്മുടെ ഹാൻഡ് ട്രോമ ആൻഡ് റീകൺസ്ട്രക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം കേസസ് കുറേ ലേറ്റ് പ്രസൻറ്റേഷൻ കാണാറുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർജറിയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, ഒരു പാരൻറ്റ് എപ്പം മനസ്സിലാക്കണം, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് ഹിപ്പ് ഡിസ്പ്ലേസിയ ഉണ്ട് അല്ലെങ്കിൽ ഹിപ്പിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്? അതിൻ്റെ പ്രധാനമായിട്ട് ഉള്ളത്, നമ്മുടെ ഹിപ്പ് ഡിസ്പ്ലേസിയ കുട്ടികളുടെ 2 തരത്തിലാണ്. അതായത് ഈ ഹിപ്പ് ഡിസ്പ്ലേസിയ ജനിക്കുമ്പം തന്നെ ഇൻ യൂട്രോ ഉണ്ടാകുന്ന ഒരു കണ്ടിന്യൂറ്റിയിലുള്ള ഒരു പ്രോസസ്സാണ്. അത് ജനിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒന്നല്ല. അപ്പോൾ നമ്മുടെ ഇടുപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ അത് ഡിസ്പ്ലാസ്റ്റിക് ആവുന്നു. ഡിസ്പ്ലാസ്റ്റിക് എന്ന് നമ്മൾ വിചാരിക്കുക നമ്മുടെ ഇടുപ്പിൻ്റെ ബോളിനുള്ള പ്രശ്നം എന്നാണ് നമ്മൾ വിചാരിക്കുക. ആക്ച്വലി വാട്ട് വി മീൻ ബൈ ഹിപ്പ് ഡിസ്പ്ലേസിയ ഈസ് അസിറ്റാബുലാർ ഡിസ്പ്ലേസിയ. അതായത് കപ്പിൻ്റെ വളർച്ചക്കുറവ്, അല്ലെങ്കിൽ കപ്പ് ഷാലോ ആയി മാറുന്നത്, അതുകൊണ്ട് ബോൾ തെന്നിപ്പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഇത് നമ്മുടെ പ്രീനേറ്റൽ സ്കാനിലൊക്കെ കാണണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ചില പാരൻസ് വന്നിട്ട് പറയും സ്കാനിങ് ഒക്കെ നോർമലായിരുന്നു, എന്നാൽ ഇത് കണ്ടില്ല. പക്ഷെ അത് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഫീമെയിൽ ചൈൽഡ്, ഫസ്റ്റ് ബോൺ, ഫാമിലി ഹിസ്റ്ററി, പിന്നെ ബ്രീച്ച്, അതായത് തലക്ക് പകരം കീഴ്ഭാഗം പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്ക്രീനിങ് ഒന്ന് ചെയ്ത് നോക്കണം. അത് എല്ലാ നിയോനെറ്റോളജിസ്റ്റും നമ്മൾക്ക് അറിയാം, അവർക്കറിയാം. അത് മിക്കവാറും പിക്കപ്പ് റേറ്റ് കൂടുതലാണ്. ബട്ട് ചിലത് മിസ്സാവാം. കാരണം ഒരു ഇനീഷ്യൽ അൾട്രാസൗണ്ടിൽ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണമെന്നില്ല. ബിക്കോസ് നമ്മുടെ അൾട്രാസൗണ്ടിൽ അവരത്ര ട്രെയിൻഡ് ആവണമെന്നില്ല. അവർ ഇമ്മച്വർ ഹിപ്പ് എന്ന് പറഞ്ഞിട്ട് വിടും. അപ്പോൾ ഒരു സീരിയൽ അൾട്രാസൗണ്ട് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് കൂടി ചെയ്യണം. അപ്പം ആണ് അതിൻ്റെ ഒരു പിക്കപ്പ് റേറ്റ് വരിക. പിന്നെ എപ്പോഴും ഞാൻ കണ്ടുവരുന്നത് ഗ്രാൻഡ് പാരൻസ് നോക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് ഒരുപാട് കുട്ടികളെ നോക്കിയിട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ അവർ പറയും, സാർ ഇത് മറ്റേ കാല് പോലെ അല്ല, ഈ കാലിന് ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% ആ കാലിൽ കുഴപ്പമുണ്ടാവും. നീള വ്യത്യാസം ഉണ്ടാവും. പിന്നെ കാലിൽ ഗ്ലൂട്ടിയൽ ഫോൾഡ്സ് ഉണ്ടാവും, അത് കൂടുതലായിരിക്കും. പിന്നെ കാലുകൾ ഒരേപോലെ അകത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സൈഡ് മാത്രം ഡിസ്ലൊക്കേറ്റഡ് ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 2 സൈഡും ഡിസ്ലൊക്കേറ്റഡ് ആണെങ്കിൽ കുട്ടി നടന്നു തുടങ്ങുമ്പോഴേ യൂഷ്വലി പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ നടന്നു തുടങ്ങുമ്പോഴാണ് അവർക്കറിയാം. അപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആദ്യമൊക്കെ പറയും കുട്ടി നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്, നടന്നു തുടങ്ങുമ്പോഴാണ്. അപ്പം നമ്മളങ്ങനെ കണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒരു ഹിപ്പ് എക്സ്റേ ഒന്ന് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ക്ലബ് ഫൂട്ടിൻ്റെ കൂടെ കാണാം. ക്ലബ് ഫൂട്ടിൻ്റെ എട്ടിപ്പിക്കൽ ക്ലബ് ഫൂട്ടുകൾ ഉണ്ടാവും. നോർമൽ ക്ലബ് ഫൂട്ട് അല്ലാതെ എട്ടിപ്പിക്കൽ ക്ലബ് ഫൂട്ട് ഉണ്ടാവും. ആ ക്ലബ് ഫൂട്ടിൻ്റെ കൂടെ നമ്മൾ, ഞാനിപ്പം ചെയ്യുന്നത് എല്ലാ ക്ലബ് ഫൂട്ട് വരുന്നതും നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. അവിടെ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ് താഴെ എടുക്കുകയുള്ളൂ ഒരു അൾട്രാസൗണ്ട് മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹിപ്പ് നോക്കാൻ. അതിന് റേഡിയോളജിസ്റ്റിൻ്റെ സഹായമൊന്നും വേണ്ട. അത് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഒ പിന്ന് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ ജസ്റ്റ് ഒന്ന് നോക്കും. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ സെൻഡ് ഇൻ ടു ദ റേഡിയോളജിസ്റ്റ്, വിൽ ഹാവ് എ ഡിസ്കഷൻ വിത്ത്. അല്ലാതെ ഉള്ളവരെയൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ആർത്രോഗ്രൈപ്പോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ മുട്ടൊക്കെ വയറ്റിൻ്റെ അടുത്തേക്കായിരിക്കും, അല്ലെങ്കിൽ കാലിലൊക്കെ സിവിയർ ഡിഫോമിറ്റീസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അനുബന്ധമായിട്ട് ഹിപ്പിൽ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവാം.
പിന്നെ ഉള്ള സിൻഡ്രോമിൻ്റെ ചില നോൺ സിൻഡ്രോംസ് ഉണ്ട്. അതായത് നമ്മുടെ ലാക്സ് ആയിട്ടുള്ള ലിഗമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന കുട്ടികളിൽ എർലർ ഡാൻലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇടുപ്പ് പുറത്ത് പോവും, ചാടും, പിന്നെയും ഇതാവും, അങ്ങനെയുള്ളതിലും വരാം. അതും കണ്ടിട്ടുണ്ട്. അതും ഈ 2.5 വർഷത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും ട്രീറ്റ്മെൻറ്റ് ഒരേപോലെയല്ല, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പം ഇതാണ് ഒരു നട്ട്ഷെൽ. അപ്പം നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യലാണ് പ്രധാനമായിട്ട്. ഒരു സസ്പീഷൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക. അതും ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു സീരിയൽ അൾട്രാസൗണ്ട് ഒരു 3 വീക്സ് ചെയ്യുന്നു, പിന്നീട് ഒരു 6 വീക്സ് ചെയ്യുന്നു, രണ്ടിലും ഒരു വ്യതിയാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു പിക്കപ്പ് റേറ്റ് കൂട്ടാൻ. ഇതിലിപ്പം പറഞ്ഞല്ലോ അൾട്രാസൗണ്ട് എന്നുള്ളത്, നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടോ? ഏതൊക്കെ പിള്ളേർക്ക് അൾട്രാസൗണ്ട് നിർബന്ധമാണ്? ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ ഇന്ത്യയിൽ നിലവിലുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ ഒരു സെലക്റ്റീവ് സ്ക്രീനിങ് മാത്രമേ ഉള്ളൂ. ഒരു യൂണിവേഴ്സൽ സ്ക്രീനിങ് ഇല്ല നമ്മുടെ ഇതിൽ. അപ്പം അതൊരു പോരായ്മയാണ്. നമ്മൾക്ക് യൂണിവേഴ്സൽ സ്ക്രീനിങ് ശരിക്കും വേണം. ഒരു നമ്മുടെ ഒരു നാഷണൽ ഹിപ്പ് ഗൈഡ് ലൈൻസിൽ താമസിയാതെ അത് വരും. ഒരു യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്ന രീതിയിൽ വേണം. നമുക്ക് സെലക്റ്റീവ് ഹിപ്പ് സ്ക്രീനിങ് ആണ്. ലാക്ക് ഓഫ് റിസോഴ്സസ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. എല്ലായിടത്തും അൾട്രാസൗണ്ട് ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഈ പറഞ്ഞ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ നിയോട്രോളജിസ്റ്റിൻ്റെ ഒരു കഴിവുകൊണ്ടാണോ ഒരു ഏർലി ഡിറ്റക്ഷൻ നടക്കുന്നത്? അല്ലെങ്കിൽ അവർ മിസ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ അവർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? അവരെ കരിക്കുലത്തിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ദേ ഷുഡ് ബി അവെയർ. അല്ലാതെ ഡിറ്റക്ഷൻ റേറ്റ് സസ്പീഷൻ തന്നെയാണ്, ഡെഫിനറ്റ്ലി സസ്പീഷൻ തന്നെ. ദേ ഷുഡ് നോ ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ നോ. മീൻസ് എവെഞ്ച്വലി നമ്മുടെ അടുത്തേക്ക് എത്തുന്ന അവർ റെഫർ ചെയ്തിട്ട് തന്നെയാണ്. അവർക്കറിയാം, മോസ്റ്റ് ഓഫ് ദം നോസ് ഇറ്റ്. അപ്പോൾ അവർക്കറിയാം. ബട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ 90% സക്സസ് റേറ്റ് ആണ്. അതായത് ഇനീഷ്യൽ ഒരു 1 മന്തിനുള്ളിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പവലിക് ഹാർനസ് എന്ന് പറഞ്ഞൊരു ഹിപ്പ് അബ്ഡക്ഷൻ ബ്രേസ് ഉണ്ട്, ഡൈനാമിക് ബ്രേസ് ആണത്. അതിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 85 to 90% റിക്കവറിയാണ്. മീൻസ് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൽ ഒരു മേജോറിറ്റി ഓഫ് ഹിപ്സും അതിൽ മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു 6 months നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ഒരു അനസ്തീഷ്യ കൂടി വേണ്ട ഒരു പ്രൊസീജിയറിലേക്ക് മാറും. അത് ഓപ്പൺ ഹിപ്പ് പ്രൊസീജിയർ ആവാം. ചിലപ്പോൾ അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് എസിറ്റാബുലോപ്ലാസ്റ്റി, പറഞ്ഞ കപ്പിൻ്റെ ഇത് വോളിയം ഭയങ്കര ഷാലോ ആയിട്ടുള്ള കപ്പിൻ്റെ അതിനെ കുറച്ച് താത്തി അതിൻ്റെ വോളിയം കുറക്കുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് വേണ്ടി വരും. ഇതൊക്കെ വലിയൊരു പ്രൊസീജിയറാണ്. അതൊന്നും ചെയ്യാതെ ചെറിയൊരു ബ്രേസ് ഇട്ടാൽ തീരാവുന്ന ഒരു പ്രശ്നത്തിന് വിളിച്ചു നീട്ടി നമ്മൾ അതിനെ ശസ്ത്രക്രിയയിലേക്ക് ചെന്നെത്തിക്കരുത്. അതാണ് നമ്മുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു എയിം. അപ്പോൾ ഇതിനൊരു കട്ട് ഓഫ് ഏജ് ഉണ്ടോ? ഈ ഏജിനുള്ളിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ ചികിത്സയുള്ളൂ എന്നുള്ളൊരു കട്ട് ഓഫ് ഉണ്ട്? അവിടെയാണ് ഈ ഒരു ഹിപ്പ് ഡിസ്പ്ലേസിയയിൽ തന്നെ ഹിപ്പ് പ്രിസർവേഷന് ഭയങ്കര റോളുണ്ട്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു 1 year ആണ് വന്നത്, അല്ലെങ്കിൽ 1 yearലൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ചില കുട്ടികൾ വാക്കിംഗ് ചൈൽഡിൽ യൂഷ്വലി നമുക്ക് ഓപ്പൺ റിഡക്ഷൻ ചെയ്യേണ്ടി വരും. തുറന്ന് തന്നെ ഇടുപ്പിനെ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത ചില കുട്ടികളിൽ ചിലപ്പം ക്ലോസ് റിഡക്ഷനിൽ കിട്ടിയേക്കാം, പ്ലാസ്റ്റർ ഇട്ടിട്ട് കിട്ടിയേക്കാം. അല്ലാത്ത മക്കളിലൊക്കെ തുറന്ന് ചെയ്യേണ്ടി വരും. എന്നാലും ഇപ്പം അവർ ഇൻഡിക്കേഷൻസ് ഹാവ് ഗോൺ അപ്പ് ടു ബൈലാറ്ററൽ ഹിപ്സ് ആണെങ്കിൽ വി ക്യാൻ ഗോ അപ്പ് ടു ലൈക്ക് നമുക്കൊരു 8 years 9 years വരെ ബൈലാറ്ററൽ ഹിപ്പ് ചെയ്യാം. നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്തിട്ടുമുണ്ട്. നമുക്കത് ഹിപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ കുട്ടി നടക്കുന്നുമുണ്ട്. അപ്പം പിന്നെ ഉള്ള ഈ ഹിപ്പ് ഡിസ്ലൊക്കേഷൻസിൽ ജന്മനാ വരുന്ന മാത്രമല്ല കേട്ടോ, നമ്മുടെ സെറിബ്രൽ പാൽസിയിലെ കുട്ടികളിലും ഹിപ്പ് ഡിസ്ലൊക്കേഷൻസ് വരാം. ആൻഡ് അതൊരു വേറൊരു കാറ്റഗറിയാണ്. കാരണം നമ്മുടെ ജന്മനാ ഉള്ള ഹിപ്പ് ഡിസ്ലൊക്കേഷനിൽ നമ്മുടെ ഒരു വോൾ അല്ലെങ്കിൽ ഈ ബോൾ കിടക്കുന്നതിൻ്റെ ആൻറ്റീരിയർ ആണ് ഡെഫിഷ്യൻസി വരിക, ആൻറ്റീരിയർ ആൻഡ് ലാറ്ററൽ. മറ്റേതിൽ കുറച്ച് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ആണ് അതിലൊക്കെ ഒരു ഡെഫിഷ്യൻസി വരിക. അതിൽ ചെറിയ മാനേജ്മെൻറ്റ് ലെവലിൽ വ്യത്യാസം, ബട്ട് ഓൾ ദ മോസ്റ്റ് രണ്ടും ഹിപ്പ് ഡിസ്പ്ലേസി തന്നെയാണ്. അപ്പം ഇൻ CP വി വിൽ ഗോ അപ് ടു 12 years 13 years വരെ ഹിപ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പം ഏജ് ഈസ് നോട്ട് എ കട്ട് ഓഫ് ആസ് ഓഫ് നൗ. ബട്ട് ചില
കാറ്റഗറി ഉണ്ട്. അതായത് ഒരു നമ്മുടെ സുഷുമ്ന നാഡി, അതായത് സ്പൈനൽ കോഡിൻ്റെ പ്രോബ്ലം കൊണ്ടുള്ള മെനിഞ്ചോ മൈലോസീലൊക്കെ കൊണ്ടുള്ള ഹിപ്പ് ഡിസ്ലൊക്കേഷൻസ് ഉണ്ട്. അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അരക്ക് കീഴ്പോട്ട് പവർ ഉണ്ടാവില്ല. അതായത് നമ്മുടെ മുട്ടിൽ നടക്കാനുള്ള പവർ ഉണ്ടാവില്ല, സ്പർശന കുറവായിരിക്കും. അങ്ങനെയുള്ള ഹിപ്പൊന്നും റെഡ്യൂസ് ചെയ്യില്ല. കാരണം അത് റെഡ്യൂസ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് ഒരു ബെറ്റർമെൻ്റ് ഉണ്ടാവില്ല. അവരുടെ റിസൾട്ടിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അവരെ നടത്തത്തിലൊന്നും വ്യത്യാസം. അങ്ങനെയുള്ള ഹിപ്പുകളൊന്നും റെഡ്യൂസ് ചെയ്യില്ല. അപ്പം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, സർജറി ഇല്ലയെന്ന് പറഞ്ഞാലും സർജറിക്ക് സ്കോപ്പ് ഉണ്ട്. അത് ഇനിയും ഒരു ഏജ് കട്ട് ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. ചില സർജറി ഒരു ഏജ് കഴിഞ്ഞാലും പോസിബിൾ ആണ്. ഇത് നമ്മുടെ ഇപ്പോൾ ജന്മനാ ഉള്ള ഹിപ്പിലിനെ നമ്മൾ റെഡ്യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പം റെസിഡ്യുവൽ ഡിസ്പ്ലേസിയാസ് വരും. അതായത് ചെറിയ ആംഗിളുകളൊക്കെ വരും. അപ്പം ആ സമയത്തും എന്തുകൊണ്ട് നമ്മൾ ഈ ഹിപ്പിനെ റെഡ്യൂസ് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ഹിപ്പ് റെഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓവർ ദ ടൈം അതിൻ്റെ കാർട്ടിലേജ് തരുണാസ്ഥി ഒക്കെ നഷ്ടപ്പെട്ട് അത് ഇവഞ്ച്വലി നടത്തം വഷളായിരിക്കും. പിന്നീട് ഒരു അവസരത്തിൽ അതിനെ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ആ തരുണാസ്ഥിയൊക്കെ നഷ്ടപ്പെട്ട് ഭയങ്കര പെയിനായിരിക്കും. അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കാത്തത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടുപ്പ് തെന്നിയതിനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവഞ്ച്വലി നമ്മൾ ഇടുപ്പ് മാറ്റി വെക്കുന്ന ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഹിപ്പ് പ്രിസർവേഷനാണ് ഇപ്പോൾ ഒരു അപ്കമ്മിങ് ഇത്, അതായത് ഒരു ട്രെൻഡ്. അതായത് ഹിപ്പ് ചെറിയ റെസിഡൽ ഡിസ്പ്ലേസിയാസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കറക്റ്റ് അപ് ടു 13-14 ഇയേഴ്സ്. നമുക്ക് ഒരു പെരിയസിറ്റാബുലർ ഓസ്റ്റിയോട്ടമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്, വേർ വി ഗിവ് ദ ആഡിക്വേറ്റ് കവറേജ് ടു ദ ഹിപ്പ്. അതുകൊണ്ട് അപ് ടു 16 ഇയേഴ്സ് ഇറ്റ് സെൽഫ് വി ക്യാൻ ഒരു റെസിഡ്യുവൽ ഡിസ്പ്ലേസിയാസ്, നോട്ട് ഫ്രാങ്ക് ഡിസ്പ്ലേസിയാസ്, റെസിഡ്യുവൽ ഡിസ്പ്ലേസിയാസ് വി ക്യാൻ കറക്റ്റ്. ഇതിൽ പാരൻസ് സ്ഥിരം ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് അവരെ, ഈ ഒറ്റ സർജറി കൊണ്ട് മാറുമോ അതോ വീണ്ടും വേണ്ടി വന്നേക്കാവും? എല്ലാവരും ഈ സർജറിക്ക് വലിയ പാരൻസ് സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സർജറി കൊണ്ട് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊരു അഷുറൻസ് അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അവർക്ക്? അത് എപ്പോഴും നമ്മുടെ പീഡിയാട്രിക് ഓർത്തോയിൽ ഒരു ഫുൾ പ്രൂഫ് ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഒരു അഡൽട്ടിന് ചെയ്യുമ്പം ഇറ്റ്സ് നോട്ട് എ ഗ്രോയിങ് ബോൺ. അഡൽട്ട് ചെയ്യുമ്പോൾ വാട്ട് എവർ വി ഡു ഇറ്റ് വിൽ റിമെയിൻ. ബട്ട് ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് എ ഗ്രോയിങ് ബോൺ. അവിടെ ഒരു ഗ്രോത്ത് പ്ലേറ്റ് ഉണ്ട്, ഒരു ഗ്രോത്ത് ഫൈസസ് ഉണ്ട്. അത് വളരുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്റേയിൽ കണ്ടു തന്നെ മതിയാവണം. ബട്ട് ഇഫ് യു ഡു ആൻ ആഡിക്വേറ്റ് ജോബ്, എൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് ഓഫ് ദ ഹിപ്സ് ഒരു 99% ഇഫ് യു ഡു പ്രോപ്പർ ആഡിക്വേറ്റ്, അതായത് കുറേ വേർഷൻ എന്നൊക്കെ പറഞ്ഞതുണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% വേറെ ഒരു സെക്കൻഡ് സർജറി വരാതെ പോകും. പക്ഷേ ചില ഒരു 10% കേസുകൾ ഉണ്ടാവാം ഒരു സെക്കൻഡ് പ്രൊസീജിയേഴ്സൊക്കെ, ചെറിയ പ്രൊസീജിയേഴ്സൊക്കെ വേണ്ടി വന്നേക്കാം. ഇതിപ്പം ഒരു പീഡിയാട്രിക് ഓർത്തോ എന്ന സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പം എന്താണ് എക്സ്ട്രാ ഓഫർ ചെയ്യാനുള്ളത്? അതെ, ഇത് മീൻസ് ഇത് ഹിപ്പ് ഡിസ്പ്ലേസിയാസ് പീഡിയാട്രിക് ഓർത്തോൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാ പീഡിയാട്രിക് കണ്ടീഷൻസ് ഉണ്ട്. ഒരു പറയുകയാണെങ്കിൽ സമയം മതിയാവാതെ വരില്ല. അപ്പം നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലബ് ഫുട്ട് തന്നെ, ഒരു ചെറിയ ക്ലബ് ഫുട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് തന്നെ ഒരു 100,000 വെറൈറ്റീസ് ഓഫ് ക്ലബ് ഫുട്ട് ഉണ്ട്. ഇപ്പം നമുക്ക് നോർമൽ, അതായത് ഇഡിയോപ്പതി ക്ലബ് ഫുട്ട് ഉണ്ട്, എറ്റിപ്പിക്കൽ ക്ലബ് ഫുട്ട് ഉണ്ട്, സിൻഡ്രോമിക് ക്ലബ് ഫുട്ട് ഉണ്ട്, റെസിസ്റ്റൻ്റ് ആർത്തോഗ്രൈപ്പോട്ടിക് ക്ലബ് ഫുട്ടുകളുണ്ട്. ഇത് ഇങ്ങനെ പോകും. ഓരോന്നിൻ്റെ ട്രീറ്റ്മെൻറ്റും വ്യത്യാസമാണ്. അത് ഈ ഒരു ജങ്ചറിൽ പറഞ്ഞാൽ തീരുമില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അതിൻ്റെ എല്ലാ വെറൈറ്റികളും ഈ എൻ്റെ ഒരു 2.5 വർഷത്തെ ഇതിൽ ഇവിടെ ഇത്രയും മാത്രം, ബിഫോർ ദാറ്റ് വി ഹാവ് സീൻ ഇനഫ്, ബട്ട് ഇതിൽ മാത്രം തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് വി ഹാവ് ട്രീറ്റഡ് ഓൾസോ. അപ്പം എല്ലാവരും ഡൂയിങ് ഫൈൻ. ഒരു സർജറികൾ വേണ്ടി വന്ന വളരെ മിനിമം ഇതിലാണ്. കാരണം ക്ലബ് ഫുട്ടിൽ ഒരു സർജറിയിലേക്ക് ചെന്നെത്തിക്കുന്നതിലല്ല കാര്യം, സർജറികളില്ലാതെ അത് കൊണ്ടുപോകുന്നതിലാണ് കാര്യം. ഞാൻ എല്ലാ ക്ലബ് ഫുട്ടിൻ്റെ പാരൻസിനടുത്തും, ക്ലബ് ഫുട്ടുള്ള മക്കളുടെ പാരൻസിനടുത്തും പറയാറുണ്ട്, പാദം നേരെയാക്കുന്നതിലല്ല കാര്യം. അപ്പോൾ ആദ്യം നേരെയാക്കിയതിന് ശേഷം ആ ബ്രേസ് ഇട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം. അമീഷ് ഇപ്പം ജർമ്മനിയിലൊക്കെ പോയി, അവിടുത്തെ യുവർ എ ഫുട്ട് ആൻഡ് ആങ്കിൾ സർജൻ. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പോപ്പുലേഷന് മാറി അവിടെ അഡൽട്ട് ഫുട്ട് ആൻഡ് ആങ്കിളിൽ എന്താണ് ഒരു വ്യത്യസ്തത കാണുന്നത്? കാരണം നമ്മുടെ അവിടുത്തെ ഒരു മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ബേസ്ഡ് സിസ്റ്റമാണ്. അത് നിങ്ങളിപ്പം ഫുട്ട് ആൻഡ് ആങ്കിൾ അവിടെ പോയി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കേസുകൾ ആ റെഫറൽ സെൻറ്ററിൽ വരും.
അതായത് ആ ഒരു കേസുകൾ മാത്രമാണ് കാണുന്നത്. ഒരു എപ്പെക്സ് സെൻറ്ററിലുമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫുട്ട് ആൻഡ് ആങ്കിളിൽ എന്തൊക്കെയാണ് പ്രോബ്ലം? അതായത് ചെറുപ്പത്തിൽ കറക്റ്റ് ചെയ്യാത്ത പ്രോബ്ലംസ് ആണോ, അല്ല അഡൽട്ട് ഫുട്ട് ആൻഡ് ആങ്കിളിൽ മാത്രം കാണുന്ന പ്രോബ്ലംസ് ആണോ? ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കാണുന്നത് ചെറുപ്പത്തിൽ കറക്റ്റ് ചെയ്യാത്ത ഫുട്ട് ആൻഡ് ഡിഫോമിറ്റീസ് കുറവായിരുന്നു എൻ്റെ സെൻറ്റേഴ്സിൽ. അധികം അഡൽട്ട് തന്നെ വരുന്ന പ്രശ്നങ്ങളാണ്. അവിടുത്തെ ആൾക്കാർ അധികം ഷൂസ്, അതുപോലെ സ്പോർട്സ് ഷൂസ്, അതല്ലെങ്കിൽ പോയിൻറ്റഡ് ഷൂസ്, ഹൈ ഹീൽസ്, ഇതവർക്ക് ധരിച്ചേ മതിയാവുള്ളൂ. അവരൊട്ടും ഫോർഗിങ് അല്ല കാര്യത്തിൽ. അപ്പം എന്നീ ചെറിയ ഡിഫോമിറ്റി ആണെങ്കിൽ പോലും, ഫുട്ട് ആൻഡ് ആങ്കിൾ എനി ഡിഫോമിറ്റി ആണെങ്കിലും അവർക്ക് അതിൽ ഫോർഗ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഷൂസ് ഇട്ടേ മതിയാവുള്ളെങ്കിൽ അത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വില്ലിങ് ആണ്. നമ്മുടെ പോപ്പുലേഷൻ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണുന്നുണ്ട്. അവർക്ക് അത് പറ്റില്ലെങ്കിൽ അവർ ഷൂസ് ഒഴിവാക്കും, അല്ലെങ്കിൽ ആ ടൈപ്പ് ചെരുപ്പ് ഒഴിവാക്കും. പക്ഷെ അവർക്ക് ആ കാര്യത്തിൽ അവർ തയ്യാറാണ്, സർജറി ആണെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അതിനിപ്പം എത്ര സർജറി വന്നാലും, അതിപ്പോൾ ഫുട്ടിൽ തന്നെ പല ഓസ്റ്റിയോട്ടമീസ് ഉണ്ട്. ഇപ്പം ഹാലസ് വാൾഗസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. അതെ, ഹാലസ് വാൾഗസ് എനിക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്. അതായത് ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്, നൈദർ പീഡിയാട്രിക് നൈദർ അഡൽട്ട്. പക്ഷേ അപ്പോൾ അവർക്ക് അത് തീരെ വിരിച്ചാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ പേഷ്യനോട് പറയും നിങ്ങൾക്ക് പോയിന്റഡ് ഷൂസ് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ചപ്പൽസ് പറ്റില്ല, അത്രയും നിർബന്ധമാണ്. അപ്പോൾ അവർ വില്ലിങ് ആണ്. പക്ഷെ ഇവിടെ ഉള്ളവർ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ മാറ്റിക്കോളാം, ഒരു വൈറ്റ് ഉള്ള ഷൂസ് ഇട്ടാൻ തയ്യാറാണ്, കുഴപ്പമില്ല. അതിനവിടെ പല റീസൺസ് പറയുന്നുണ്ട്. ഇപ്പം ജനിതകമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലവർക്ക് ട്രോമയ്ക്ക് ശേഷം എന്തെങ്കിലും പരിക്ക് പറ്റിയതിനു ശേഷം വരാം. ചിലർ മസിൽ ഇംബാലൻസ് പോലുള്ള കണ്ടീഷൻ വരാറുണ്ട്. തള്ളവിരല് കാലിലെ തള്ളവിരല് പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പം പോയിന്റഡ് ഷൂസ് ഒക്കെ ഇടുമ്പോൾ അവിടെ കൂടുതൽ പെയിൻ വരും, പ്രഷർ സോഴ്സ് വരും. അതുകൂടാതെ മറ്റേ ഓവർലാപ്പ് വരും. ഒരു ടോ മറ്റേ ടോളിൽ കയറി നിൽക്കും. പിന്നെ അവിടെ നഖം കണ്ട് മുറിയാൻ തുടങ്ങും. കോണ്ടാക്ട് ആയിട്ട് ചെറിയ അൾസേഴ്സ് വരാൻ തുടങ്ങും. അപ്പം ആ അൾസർ വരുന്ന സ്റ്റേജിലേക്ക് അവർ എത്തില്ല. അവരതിന് മുമ്പേ സർജറി ചെയ്യാൻ വില്ലിങ് ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ബിൽ കാണുന്ന എല്ലാത്തരം ഓസ്റ്റിയോട്ടമീസും നമുക്ക് അവിടെ ഒരുപാട് അത് അത്രയും കേസസ് ഒരു അപ്പെക്സ് സെന്റർ ആയതോടുകൂടി അങ്ങനത്തെ കേസസ് മാത്രം. OT-യിലാണെങ്കിലും ഒരു ദിവസം 10 കേസ് ആണെങ്കിലും അത് തന്നെയായിരിക്കും. അതവരെ ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ഫുട്ട് ആൻഡ് ആങ്കിൾ സർജറി ആണ് അവിടെ ഹാലസ് വാൾഗസ്. അത്രയും കേസസ് ഉണ്ടാകും. അത് റിവിഷനും ഉണ്ടാകും. സ്പോർട്സിന് അവരെ കൂടുതൽ എൻതൂസിയാസ്റ്റിക് ആയതുകൊണ്ട് അവർ സ്പോർട്സിന് ഇറങ്ങും, റിക്കറന്റ് ട്രോമ ഉണ്ടാകും, വീണ്ടും ചെയ്യും. പക്ഷേ അവിടെ കണ്ടൊരു പ്രത്യേകത, ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ലേറ്റ് സ്റ്റേജിലാണ്. അത് ജോയിന്റ് ഫ്യൂഷനിലേക്ക് എത്തും, ആർത്തോഡിസിസ്. പക്ഷെ അവിടെ ആ സ്റ്റേജിൽ എത്തില്ല. അതിന് മുമ്പ് ജോയിന്റ് പ്രിസർവ് ചെയ്ത് ഓസ്റ്റിയോട്ടമിയിലാണ്, അതിനാണ് കീ റോൾ. കാരണം അവർ അത്രയും ഏർലി ട്രീറ്റ്മെന്റ് എടുക്കും. ഇവിടെ നമ്മൾ പെയിനുകൊണ്ട് നമ്മൾ വേദന സഹിക്കും, ഷൂ വെയർ മോഡിഫിക്കേഷൻ വില്ലിംഗ് ആണ്. ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പെയിനോട് പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ നമ്മളിവിടെ സർജറിക്ക് വില്ലിംഗ് ആവുള്ളൂ. നമ്മൾ ഇവിടെ കാണുന്ന പേഷ്യൻസ് അധികവും ഈ പറഞ്ഞ പോലെ ആർത്രൈറ്റിസ് ആയിട്ട് വരും, അല്ലെങ്കിൽ കോണ്ടാക്ട് അൾസേഴ്സ് വരും. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഓപ്ഷൻസ് കുറവാണ്. ജോയിന്റ് ഫ്യൂസ് ചെയ്യുക, പെയിൻ മാറ്റിവെക്കുക. പക്ഷേ അതിൽ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യും. അവിടെ പ്രശ്നം കാണുന്നില്ല. അവിടെ ഓസ്റ്റിയോട്ടമീസ് ഉണ്ട്, ഏത് ലെവലിലുള്ള ഓസ്റ്റിയോട്ടമീസ് ഉണ്ട്. അല്ലെങ്കിൽ ജോയിന്റ് ഫ്യൂഷൻ തന്നെ നമ്മൾ മെറ്റാഡോസഫലജ് ജോയിന്റ് ഫ്യൂഷൻ അവോയ്ഡ് ചെയ്യും, കുറച്ച് അപ്പർ ലെവൽ ഫ്യൂഷൻ ചെയ്യും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അത് ആൾക്കാരുടെ ഒരു മനോഭാവമാണ്. പിന്നത്തെ പ്രധാന കാര്യം കോസ്മെറ്റിക്. അവർക്ക് ഫുഡ് നിർബന്ധമാണ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്ര വന്നിട്ടില്ല. അവിടെ ഫുഡ് കെയർ ക്ലിനിക്സ് ഉണ്ട്. ഒരു അതിൻ്റെ ഇടയിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഫ്ലാറ്റ് ഫുട്ടായിട്ട് വരും. ചില വെറൈറ്റി ഓഫ് ഫ്ലാറ്റ് ഫുട്ടുകൾ മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് അറിയിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഒരു കഞ്ചനിറ്റൽ വേർട്ടിക്കൽ ടാലസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന റോക്കർ ബോട്ടം ഫീറ്റുകൾ, അല്ലെങ്കിൽ ടാർസൽ കൊയലേഷൻസ് കൊണ്ടുള്ള ഫ്ലാറ്റ് ഫുട്ടുകൾ. അത് ഫ്ലാറ്റ് ഫുട്ടിൻ്റെ കാറ്റഗറിയിൽ തന്നെ ഒരു 3% 4% കാറ്റഗറിയിൽ വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുഡ്സിലൊക്കെ ഒരു 90% പെയിൻലെസ് ആയിരിക്കും. അപ്പം അവിടുത്തെ ഫ്ലാറ്റ് ഫുട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? അവിടെ ഫ്ലാറ്റ് ഫുട്ട് ഒരു റൊട്ടീൻ സർജിക്കൽ പ്രൊസീജിയർ ആണോ, അല്ല നമ്മുടെ പോലെ തന്നെയാണോ? അവിടെ ഫ്ലാറ്റ് ഫുഡ് പീഡിയാട്രിക് ഓർത്തോ ലെവലിൽ ടാക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പെക്സ് സെന്ററിൽ ഫ്ലാറ്റ് ഫുഡുകൾ എത്തുന്നില്ല, കാരണം അത് ഏർലി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ എത്തുന്നത് ലേറ്റസ്റ്റ് സ്റ്റേജിലുള്ളതായിരിക്കും, അതും ആർത്തറ്റിക് സ്റ്റേജ്, ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആൾക്കാർക്ക്. അതിന്റെ നടുക്കുള്ള ഒരു സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്നുള്ളത് അവിടെ റയറാണ്. കാരണം അത് കുട്ടിക്കാലത്ത് തന്നെ അവർ ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും. അതിനുള്ള അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യങ്ങളും ഉണ്ട്. ആൾക്കാർക്ക് ബോധവാന്മാരാണ് ആ കാര്യത്തിൽ. പക്ഷേ നമ്മളിവിടെ എത്തുമ്പോഴാണ് നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഫുഡിൻ്റെ കാര്യം. ഇപ്പോൾ ഹാലസ് വാൾഗസ്, പീഡിയാട്രിക് ഹാലസ് വാൾഗസ് ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ രണ്ടും മാനേജ്മെന്റ് വ്യത്യാസമായിരിക്കും. എന്താ അഡൽട്ട് ഹാലസ് വാൾഗസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അല്ല പീഡിയാട്രിക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, മെയിൻലി അമീഷി പറഞ്ഞത് കറക്റ്റാണ്. ഡിഫറെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രോയിങ് ബോൺ. അവിടെ അഡൽട്ടിൽ നമ്മൾ മോർ ടുവേർഡ്സ് ഫ്യൂഷൻ, ഇവിടെ ജോയിൻറ്റ് പ്രിസർവേഷൻ ആണ് കൂടുതൽ റോൾ വരിക.
അപ്പം എനിക്ക് കൂടുതലും ഹാലക്സ് വാൽഗസ് കറക്ഷൻ വരുന്നത് സെറിബ്രൽ പാൽസിയോട് അനുബന്ധിച്ചിട്ടുള്ള സർജറികളിൽ അവരുടെ ലിവർ ആംസ്, നമ്മുടെ ഫൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മേജർ ലിവേഴ്സാണ്, അതിൻ്റെ പാദത്തിലെ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്യലാണ് സെറിബ്രൽ പാൽസിയുടെ ഒരു മെയിൻ റോൾ. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രൊസീജിയേഴ്സാണ്. അല്ലാതെ ഐസൊലേഷനിൽ ഹാലക്സ് വാൽഗസ് കറക്ഷൻ വരുമ്പോഴും ഞാൻ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ഞാൻ ഫ്യൂഷനോട് അത്ര അങ്ങോട്ട് കൂടുതൽ പ്രിഫർ ചെയ്യാറില്ല. ഫ്യൂഷൻ ലെസ്സാണ് പ്രിഫർ ചെയ്യാറ്. കാരണം വളർന്നു കഴിഞ്ഞാൽ അഡൽട്ട് ആൾക്കാർക്ക് ഫ്യൂഷൻ ചെയ്യാമല്ലോ പിന്നീട് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പീഡിയാട്രിക് ഓർത്തോ വെൽ ഡെവലപ്ഡ് ആവുകയാണെങ്കിൽ അഡൽട്ടിലേക്കുള്ള ഫുഡ് ആൻഡ് ആങ്കിൾ കേസസ് കുറയുമോ? ഡെഫിനറ്റ്ലി നോട്ട്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം വേൾഡ് ഡയബറ്റീസ് ഡേ ആയിരുന്നു. അപ്പം ഡയബറ്റീസ് പോപ്പുലേഷൻ ഇസ് ഹൈ ആണ്, അത്രയും കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഡയബറ്റീസിൻ്റെ എല്ലാ പ്രോബ്ലങ്ങളും തുടങ്ങുന്നത് ഫുഡിൽ നിന്നാണ് വെൻ ഇറ്റ് കംസ് ടു ഓർത്തോ ആൻഡ് ഡയബറ്റീസ്. അപ്പം ഒരു ഡയബറ്റിക് ഫുഡിൽ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. എന്നാലും ഒരു ഡയബറ്റിക് ഫുഡ് വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി വിൽ യു ഗോ ഫോർ ഫ്യൂഷൻ ഓർ? അത് ഇപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ യൂറോപ്യൻ പോപ്പുലേഷനിൽ ഡയബറ്റിക് ഫുഡ് എന്നുള്ളത് നമുക്ക് എത്താറില്ല. അത് വേറെ സ്പെഷ്യാലിറ്റി ആണോ എന്തോന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ സെറ്റിങ്ങിൽ നമ്മൾ കൂടുതൽ ടാക്കിൾ ചെയ്തിരിക്കുന്നത് ഡയബറ്റിക് ഫുഡ് കേസസിലാണ്. അതിലിപ്പോൾ നമ്മൾ തന്നെ ഫ്ലാപ്പ് കവറിങ്, നമ്മൾ റീകൺസ്ട്രക്ട് യൂണിറ്റ് ഫ്രീ ഫ്ലാപ്പ് കവറിങ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഇത്രയുടെ ഓർത്തോയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അല്ലേ. നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്കൊരു റീകൺസ്ട്രക്റ്റീവ് ഡിവിഷൻ ഉണ്ട്, ഒരു ട്രോമ റീകൺസ്ട്രക്റ്റീവ് ഡിവിഷൻ ഉള്ളത് കൊണ്ട് എന്ത് വൂണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അത് അല്ല വെരി ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ബോൺ സോഫ്റ്റ് ടിഷ്യൂ മാത്രമല്ല, ഒരു ഫ്ലാപ്പ് കവർ ഡയബറ്റിക് ഫുഡിലെ ആംബുട്ടേഷൻ അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാന്നുള്ളത് നമുക്കൊരു ടീം വർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി ഒരു ആംബുട്ടേഷൻ അല്ലാതെ നമുക്ക് അതിനൊരു ഫ്ലാപ്പ് കവർ കൊടുക്കാൻ പറ്റും. ഒരു കോസ്മോസിസ് തന്നെ ചിലപ്പം കൊടുക്കാൻ പറ്റും അല്ലേ, പേഷ്യനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ് മൊബിലൈസേഷൻ അല്ലെങ്കിലും ഒരു സപ്പോർട്ട് മൊബിലൈസേഷൻ ചെയ്യാന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പം ജോയിന്റ് ഫ്യൂഷൻ, അധികം ആർത്രൈറ്റിസ് സ്റ്റേജിൽ വരുന്നു, ജോയിന്റ് ഫ്യൂസ് ചെയ്യുന്നു, ഫ്ലാപ്പ് കവർ ചെയ്യുന്നു, പേഷ്യനെ മൊബിലൈസ് ചെയ്യുന്നു. പക്ഷെ അവിടെ ആ ഡയബറ്റിക് ഫുഡ് എന്നുള്ളത് ഫ്ലാപ്പ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാംസത്തോടു കൂടിയുള്ള തൊലി എടുത്ത് വെക്കുക, സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ സാധാരണ തൊടയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഭാഗത്തുനിന്നോ രക്തക്കൊയിൽ അടക്കം വെച്ചിട്ട് ഇവിടേക്ക് കൊടുക്കുന്നു. അതിലും വേറെ നമ്മൾ മൈതിൽ തന്നെ പറയുന്നത് നമുക്കൊരു ഇന്റർവെൻഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്ലോ കുറവുള്ള കേസ്, അതായത് രക്തോട്ട കുറവുള്ള കേസിൽ രക്തോട്ട കുറവുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട്. അതൊരു മൾട്ടി ടീം അപ്രോച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കേസ് ചെയ്തിട്ടുണ്ട്. അത് ട്രോമ ആയിരുന്നു, ഒരു കാല് ഡയബറ്റിക് ആയിരുന്നു, ബോത്ത് ബോൺ ഫ്രാക്ചർ ആയിരുന്നു. അതിൽ മിപ്പോ ടെക്നിക്ക് കൊണ്ട് തന്നെ സർജൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രക്തോട്ടക്കുറവ് കാരണം ഇംപ്ലാന്റ് എക്സ്പോസ്ഡ് ആയി. നമുക്ക് അതിന് മുമ്പത്തെ സ്റ്റേജ് ആണെങ്കിൽ വേണം നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫിക്സർ ചെയ്യായിരുന്നു. പക്ഷേ അവിടെ ഇംപ്ലാന്റ് എക്സ്പോസ്ഡ് ആയി. ഇനിയിപ്പം ആ ഫ്രാക്ചർ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. ആ കേസ് നോക്കുമ്പോൾ രക്തക്കൊയിൽ കാലിലേക്കുള്ള 3 രക്തോട്ടക്കൊയിലിൽ ഒരു രക്തക്കൊയിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്ലാപ്പ് ചെയ്യണമെങ്കിൽ ഒരു രക്തക്കൊയിൽ കണക്ട് ചെയ്യണം. അപ്പം നമ്മൾ മസിൽ എടുത്ത് വെച്ചിട്ട് ഈ രക്തക്കൊയിൽ കൊടുത്താൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് രക്തോട്ടം നിലയ്ക്കും. അപ്പം നമ്മൾ ചെയ്തത് കാലിൽ തൊടയിലെ രക്തോട്ടത്തിൽ ബൈപ്പാസ് ചെയ്തിട്ട് വേറെ രക്തക്കൊയിൽ വഴി ഫ്ലാപ്പിലേക്ക് വേറെ രക്തോട്ടം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ആ പേഷ്യൻ്റ് ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അതൊരു ഒറ്റ ഇൻഡിവിജ്വലിന് ഒരു സ്പെഷ്യാലിറ്റിക്കും അല്ല, ഒരു മൾട്ടി ടീം അപ്രോച്ച് ഗിവ് ആൻഡ് ടേക്ക് ആണ്. മീൻസ് അവർ അൾട്ടിമേറ്റ് റിസൾട്ട് ഇസ് പേഷ്യൻസ് ബെനിഫിറ്റ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഹീറോയിസം. ഈ ഒരു ടീം എന്ന് മാത്രമല്ല, അതൊരു ഗ്രൂപ്പ് വർക്ക് ആണ്. അതിൽ കൂടെയാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പേര് തന്നെ എങ്ങനെയാണ്, ആൻഡ് ട്രോമ റീകൺസ്ട്രക്ഷൻ പീഡിയാട്രിക് ഓർത്തോ. ഇതിന് ഇത്ര വലിയ പേര് നോക്കുകയാണെങ്കിൽ ഇത്രയും കേസസ് ഇത്രയും ടീമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നത്. ഓക്കെ, അപ്പം അതായത് ടീം വർക്ക് ഓൾവേസ് ഹെൽപ്സ്. കാരണം നമ്മളിപ്പം പീഡിയാട്രിക് പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിലും നമ്മുടെ ഒരു എല്ലാ കേസുകളിലാണെങ്കിലും എനിക്ക് ഐദർ അമീഷ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഹെൽപ്പ് ഫോർ എനിവൺ. അതൊരു ടീം വർക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. ഒരു കേസിൻ്റെ റിസൾട്ടുകൾ എപ്പോഴും ടീം വർക്കിലാണ്, അല്ലാണ്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. പല സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാർ അവരുടെ എന്താ പറയുക ഒപ്പീനിയൻ വരുന്നത് ഒരു കേസിൽ അത്രയും ടീമായിട്ടാണ് വരുന്നത് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചിന്തയിൽ ഇതായിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ
ഇങ്ങനെ ആകാവുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെ ആവാം നമ്മൾ ഡിസ്കഷൻ വരുന്നത്. വരുന്നത്. അപ്പൊ അങ്ങനെ ആയാൽ എന്താ? അപ്പൊ അങ്ങനെ ഉൾക്കൊള്ളുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതാണ് അല്ല, അതൊരു ഡിബേറ്റ് വരികയാണ്. ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആകാം, എന്നാൽ ചെക്ക് ചെയ്യാം, ആ ഒരു ചിന്ത വരുന്നതാണ് ഇവിടെ നമ്മുടെ ടീമിൽ. accept ചെയ്യുന്ന ഒരു ടീമും കൂടി ആയിരിക്കും. പക്ഷെ അവരുടെ കോംപ്ലക്സ് വന്നാൽ തീർന്നു. പക്ഷേ ഈ ടീമിൽ അത് ഇല്ലെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കത് ടീമായിട്ടത് ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു ഒപ്പീനിയൻ തരാൻ ആളുണ്ട്, ഡിസ്കഷൻ ചെയ്യാനും ഒരാളുണ്ട്. അതിപ്പം നമ്മുടെ ടീം മാത്രമല്ല, നമ്മുടെ മൈത്രയിൽ ഓർത്തോ ടീം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ടീമാണ്. കാരണം ഇപ്പൊ നമ്മൾക്ക് എനിക്ക് തന്നെ നമ്മൾ ഹിപ്പ് ഡിസ്പ്ലേസിനെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സെപ്റ്റിക് ഹിപ്പുകളുണ്ട്. അതായത് സെപ്റ്റിക് ഹിപ്പുകളൊക്കെ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആവില്ല. കാരണം അവരെ സെപ്റ്റിക് ഹിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ വന്ന് നശിച്ചു പോയിട്ടുള്ള ഹിപ്പുകൾ, അതിൽ ഒരു പരിധി വരെ നമുക്ക് പോസിബിൾ ആവുള്ളൂ. കാരണം അതിൻ്റെ തരുണാസ്ഥിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ദാറ്റ് വി ക്യാൻ ഒരു ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ അറ്റ് 19 or 18 years. അതിന് എക്യുപ്ഡ് ആയിട്ടുള്ള നമ്മളൊരു ബെസ്റ്റ് ആർത്രോപ്ലാസ്റ്റി, വൺ ഓഫ് ദി ബെസ്റ്റ് ആർത്രോപ്ലാസ്റ്റി ടീം ഇൻ ഹോൾ ഓഫ് കേരള നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഇനിയിപ്പം നമ്മുടെ ഹിപ്പിലേക്ക് വന്നപ്പോഴാണ് സ്ഥിരം നമുക്കൊരു ഡിക്റ്റമുണ്ട്, പീഡിയാട്രിക് കേസിൽ നീ പെയിനെ വരുന്ന ആൾക്കാർക്ക് ഹിപ്പ് എക്സ്റേ എടുക്കണം എന്നല്ല. അപ്പോഴും പല പാരൻസും നെറ്റി വിളിക്കുന്ന കാണാം, കാൽമുട്ടിന്റെ വേദനയായിട്ട് വരുന്നത് എന്തിന് ഹിപ്പിന് എക്സ്റേ എടുക്കണം. അത് ഓൾമോസ്റ്റ് എല്ലാ പേരൻസിൻ്റെയും ഫസ്റ്റ് ഹിപ്പിൻ്റെ പ്രോബ്ലംസിനെ, കാരണം എക്വയർഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മുടെ എക്വയർഡ് കോക്സ വേറെ, ഐ മീൻ വി കോൾ ഇറ്റ് പെർത്തീസ്, ബട്ട് ഇറ്റ്സ് എക്വയർഡ് കോക്സ വേറെ. അപ്പം ആ പെർത്തീസിൻ്റെയും അല്ലെങ്കിൽ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫീമറൽ എപ്പിഫൈസ് ഒരു 4 to 8 years ഈ പെർത്തീസ് എന്ന് പറഞ്ഞ അസുഖം വരും. അതായത് ഇടുപ്പിൻ്റെ ബോളിൽ രക്തയോട്ടം കുറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു 9 to 16 yearsനുള്ളിൽ നമുക്കൊരു സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫീമറൽ എപ്പിഫൈസിസ്, അതും ഒരു ഇടുപ്പിൻ്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫൈസിയൽ വീക്ക്നെസ്, അതായത് ഗ്രോത്ത് പ്ലേറ്റിൻ്റെ ഒരു വീക്ക്നെസ് കാരണം നമ്മുടെ ഇടുപ്പിൻ്റെ ബോളിൻ്റെ തൊട്ട് താഴെയുള്ള മെറ്റാഫൈസിസ് തെന്നി മാറുന്നു. അപ്പോൾ അവിടെ ബോളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഇതിൽ കുട്ടികൾക്ക് പലപ്പോഴും മുട്ടിലാണ് പെയിൻ വരിക. ഇറ്റ് ബിക്കോസ് ദ സെയിം നെർവ് സപ്ലൈ, അതുകൊണ്ടാണ്. അപ്പോൾ റെഫേർഡ് പെയിൻ ആണ്. നമ്മളെപ്പോഴും അങ്ങനെ വരുമ്പോൾ ഈ നീഡ മൂവ്മെൻറ്റ്സ് നോക്കുക. നീഡ മൂവ്മെൻറ്റ്സ് നോക്കണം, അവഗണിക്കണം എന്നല്ല, നീഡ മൂവ്മെൻറ്റ്സ് നോക്കുക. വൺസ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ നീ പെത്തോളജി, ഡെഫിനറ്റ്ലി ടേക്ക് എ ഹിപ്പ് എക്സ്റേ. ഈ ഒരു എക്സ്റേയിൽ ഈ പറഞ്ഞ 2 പെർത്തീസ് ആണെങ്കിൽ ശരി, സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസ് ആണ്, ഒരു ഹിപ്പ് എക്സ്റേ കൊണ്ട് ഈസിലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിപ്പോഴും കാണുന്ന പല ആൾക്കാരും MRI എടുത്തു വരും. മുട്ടിൻ്റെ പെയിനാണെന്ന് പറഞ്ഞ MRI. ആ MRI എടുക്കുന്നതിന് പകരം ഒരു സാധാ ഹിപ്പ് എക്സ്റേ എടുത്തിരുന്നെങ്കിൽ ആ പത്തോളജി മിസ്സാവില്ലായിരുന്നു. ഈ MRIയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഫൂട്ട് ആൻഡ് ആംഗിളിൽ MRIക്ക് ഒരു റോളുണ്ട്. ഇപ്പം പ്ലാന്റർ ഫേഷ്യറ്റിസ് അറിയാം, കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റർ ഫേഷ്യറ്റിസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫൂട്ട് ആൻഡ് ആംഗിൾ ഒന്നും അതിൽ MRIന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് പല എന്താ പറയുക, പല ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറാത്ത പ്ലാന്റർ ഫേഷ്യറ്റിസ് ഉണ്ട്. കാലങ്ങളായിട്ട് സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കും, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വെക്കും, മരുന്ന് കഴിക്കും, ആയുർവേദ ട്രീറ്റ്മെന്റ് പോകും, ബാക്കി മൊഡാലിറ്റീസ് പോകും, ചുടുകട്ട് വെച്ച ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്ലാന്റർ ഫേഷ്യറ്റിസ് ആദ്യം എന്താണെന്നൊന്ന് പറഞ്ഞു. പ്ലാന്റർ ഫേഷ്യറ്റിസ് നമുക്ക് സ്ഥിരം എല്ലാവർക്കും അറിയുന്നതാണ്. കാൽപാദത്തിന്റെ, നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കാലിൽ തറയെ കുത്തുമ്പോൾ കാൽപാദത്തിന്റെ അടിയിൽ നല്ല വേദന, പക്ഷെ കുറച്ച് കഴിയുമ്പം കുറയും. അത് കുറേ നിന്ന് ഇരുന്നിട്ട് വീണ്ടും എഴുന്നേക്കുമ്പോൾ പെയിൻ ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മളെ കാൽപാദത്തിനടി ഒരു ഫേഷ്യ ഉണ്ട്, അവിടുത്തെ തിക്നെസ് ഒരു വീക്കം വരുന്നതാണ്. ചിലപ്പോൾ ചില കേസിൽ ടെറും ഉണ്ടാകും. അപ്പം ഇത് കോമൺ കണ്ടീഷനാണ്, യൂറോപ്പിലും കോമൺ ആണ്. പക്ഷേ ചികിത്സാ രീതിയിൽ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ അധികം കുറച്ച് NSAIDും ഫുഡ് വെയർ മോഡിഫിക്കേഷനും കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസ് വഴി മാറ്റാം എന്നാണ്. ചില കേസിൽ സ്റ്റിറോയിഡ് ഓറൽ കൊടുക്കാറുണ്ട്, ചില കേസിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇപ്പം PRP ട്രീറ്റ്മെൻറ്റ് അതും സ്റ്റഡീസ് പറയുന്നുണ്ട് എഫക്റ്റീവ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാം കോമൺ ആണ്. നമുക്ക് കുറേ എക്സസൈസ് മാറ്റാൻ പറ്റും. പക്ഷേ കുറേ കാലമായിട്ട് മാറ്റാത്ത ആൾക്കാർ മരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കും. ആ സ്ഥലത്താണ് MRIക്ക് റോളുള്ളത്. കാൽപാദത്തിൻ്റെ അടിയിലെ എല്ലാ വേദനയും പ്ലാന്റർ ഫേഷ്യറ്റിസ് അല്ല, അത് മിസ്സാവുന്നുണ്ട്. നമുക്കിനൊരു കേസ് ഉണ്ടായിരുന്നു, ട്യൂമർ ആയിരുന്നു, നമ്മൾ മിസ് ചെയ്തു. ഒന്നൊരു ബിനൈൻ ട്യൂമർ ആയിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്തു മാറിയിട്ടുണ്ട്. ഒന്നൊരു മാലിഗ്നൻ ട്യൂമർ ആയിരുന്നു, പക്ഷെ നമ്മളത് പ്ലാന്റർ ഫേഷ്യൽ റിക്കൺ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു MRIയിൽ സസ്പിഷൻ വന്നതിലാണ് നമ്മൾ എടുത്ത് ബയോപ്സി എടുത്തത്. പക്ഷേ അവർ 2 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ MRI എന്ന് പറയുമ്പോൾ ഫൂട്ട് ആൻഡ് ആംഗിളിൽ ഓക്കെ, നമ്മൾ ആദ്യം ഇനീഷ്യലി NSAID കൊടുത്തു, സ്റ്റിറോയിഡ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, ഒരു MRI എടുക്കാം. ഇപ്പോൾ പ്ലാന്റർ ഫേഷ്യൽ ഡയഗ്നോസ് എന്ന് പറയുന്നത് USGയിൽ ഒരു 5 തിക്നെസ് കൂടുതലാണെങ്കിൽ ഡയഗ്നോസ് ആകും. പക്ഷേ റിക്കറിന് ആണെങ്കിൽ ഒരു MRI തെറ്റില്ല, കാരണം എല്ലാം ഇതാവണം നിർബന്ധമില്ല, നമ്മൾ മിസ് ചെയ്യാം.
പക്ഷേ നമ്മുടെ പേഷ്യൻ്റ് ഓക്കെ, ആ പേഷ്യൻ്റ് കുറച്ച് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയർ വന്നു, കുറച്ച് കാൽക്കിനും അതായത് ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാ മോഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് ഫെയിൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വി ഷുഡ് നമുക്ക് കൺസിഡർ റീകൺസ്ട്രക്ഷൻ എല്ലാ ഫുഡ് പെയിനും പ്ലാന്റ് ഫീച്ചേഴ്സ് എന്ന ചിന്ത നമുക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് ജനറൽ പ്രാക്ടീസിന് ഇടയിലുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം. അവിടെ ഫുട്ട് ആൻഡ് ആങ്കിളിൽ അതെ, MRI ഒരു പരിധി വരെ ശരിയാണ്. കാരണം എല്ലാ ഒരു ഫുഡ് പെയിൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ പ്ലാന്റർ ഫേഷ്യേറ്റീസിന്റെ ഡയഗ്നോസിസ് സ്റ്റാമ്പ് ചെയ്യും. ശരിയാണ്. അപ്പോൾ ഇവിടെ MRI ഓക്കെയാണ്. അപ്പം ഇടുപ്പിൽ എപ്പം MRI എടുക്കണം? ഇടുപ്പില് പീഡിയാഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ സർപ്രൈസ്ഡ് ആവാറുണ്ട്. ഫോർ എ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ സം പീപ്പിൾ ആർ ടേക്കിംഗ് MRI. ഒരു ഹിപ്പ് ഡിസ്പ്ലേസിയ ഡയഗ്നോസ് ചെയ്യാൻ ഒരു MRI എടുത്തിട്ടൊക്കെ വരുന്നത് കാണാം. ഒന്നാമത് ചെറിയ മക്കളാണ്, അവർ MRIക്ക് കടത്തണമെങ്കിൽ അവരൊരു അനസ്തീഷ്യ വേണം. ആ അനസ്തീഷ്യ കൊണ്ട് വേണ്ടിക്കൽ ആ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്ത് പ്ലാസ്റ്റേഡ് ആവുന്ന കുട്ടികൾ, അതായത് ഞാൻ ടോക്കിംഗ് അബൌട്ട് ലെസ് ദാൻ 1 year കിഡ്, ആ കുട്ടീനെ ഒരു അനസ്തീഷ്യക്ക് വിധേയമാക്കിയിട്ട് അനസ്തീഷ്യ കഴിഞ്ഞ് ഒരു MRI എടുക്കുന്നതിന് പകരം ആ കുട്ടീനെ ആ അനസ്തീഷ്യയിൽ തന്നെ ആ ഇഫ് യു നോ ഇറ്റ് ഇസ് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഓർ ഹിപ്പ് ഡിസ്പ്ലേസിയ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ്. മീൻസ് അനസ്തീഷ്യ ഒഴിവാക്കാം. നെവർ ഫോർ എ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ വി ടേക്ക് എൻ MRI. ഒരു ഇറ്റ്സ് എൻ എക്സ്റേ ഡയഗ്നോസിസ്. ബേസിക്കലി ഇറ്റ്സ് എൻ എക്സ്റേ ഡയഗ്നോസിസ്. MRI ഇപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ ഇൻ ഡൗട്ട് റിഗാർഡിങ് ലൈക്ക് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ എപ്പോൾ വരെ സർജറി വേണമെന്ന്. നമ്മുടെ ഒരു 8 years ഒക്കെ ആയിട്ട് ഒരു ബൈലാറ്ററൽ ഇടുപ്പ്, 2 ഇടുപ്പും തെന്നി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കാർട്ടിലേജ് സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ചിലപ്പോൾ MRI വേണ്ടി വരും. കാരണം കാർട്ടിലേജ് നല്ലതാണോ, ഒത്തിരി അതിന് സ്പെഷ്യൽ സീക്വൻസിങ് ഉണ്ട്, കാർട്ടിലേജ് സീക്വൻസിങ് ഉണ്ട്. അപ്പം അതാണ് വേണ്ടത്. അല്ലാതെ പിന്നെ ഉള്ളത് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫീമറൽ എപ്പിഫൈസിസിലൊക്കെ രക്തയോട്ടം നോക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡിയൻ്റ് MRIs വേണ്ടി വരും. രക്തയോട്ടം നോക്കാം, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് അത്ര റിലയബിൾ അല്ല. ബട്ട് സ്റ്റിൽ വി ടേക്ക് വെദർ ആ രക്തയോട്ടം കുറഞ്ഞു പോയിട്ടുണ്ടോ, വാസ്കുലർ നെക്രോസിസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ MRI എടുക്കാറുണ്ട്. അല്ലാതെ റുട്ടീൻലി വെദർ ഇറ്റ് ഈസ് പെർത്തീസ്, വെദർ ഇറ്റ് ഈസ് സ്ലിപ്ഡ് ക്യാപിറ്റൽ, നീഡ് നോട്ട് ടേക്ക് MRI. ഇതൊന്നും അല്ലാതെ ഈ ഹിപ്പത്തോളജി ഒക്കെ റൂൾ ഔട്ട് ചെയ്തിട്ട് ചിലവർ ഹിപ്പ് പെയിൻ ആയിട്ട് വരും. അതാണ് ഒരു ഇഡിയോപ്പത്തിക് കോൺട്രോളൈസിസ് എന്ന് പറയും. അത് ICH, അത് ചില മക്കളിൽ വരുന്നതാണ്. നമ്മുടെ കാർട്ടിലേജിലെ തരുണാസ്ഥി നശിച്ചു പോകുന്ന അവസ്ഥയാണ്. ദാറ്റ് അഗെയിൻ ഇസ് എ ടൈപ്പ് ഓഫ് ഹിപ്പത്തോളജി. അത് ബേസിക്കലി ഒരു MRI ഡയഗ്നോസിസ് ആണ്. ആ ഒരു കാറ്റഗറിയിൽ മാത്രമാണ്. അല്ലാതെ റുട്ടീനായിട്ടുള്ള ഒരു ഇതിൽ MRI വേണ്ട. ഇപ്പം അനൂപ് സാർ സംസാരിക്കുമ്പോൾ ഒരു മെറ്റാടാർസാൾജി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, മെറ്റാടാർസാൾജി അത് ഒരു കോമൺ കണ്ടീഷൻ, നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട അവിടെ, അതായത് നമ്മുടെ പീഡിയാട്രിക് പോപ്പുലേഷനിൽ മെറ്റാടാർസാൾജി നമ്മൾ നടക്കുമ്പോൾ കുട്ടികൾ പറയും കാലിന്റെ പാദത്തിന്റെ അടിയിൽ വേദന, അതായത് കഴിഞ്ഞ ഈ നമ്മുടെ ഈ കൈപ്പാദത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കാൽപാദത്തിനോട് വേദന. അപ്പം അതിന് നമ്മളെ എൻ്റെ ഫാക്കൽറ്റി ജർമ്മനിയിൽ എൻ്റെ ഫെല്ലോ ചെയ്ത ഫാക്കൽറ്റി സ്ഥിരം പറയും എക്സാമിനേഷൻ ഓഫ് സോൾസ്, ഷൂസിൻ്റെ സോൾ എടുത്ത് പരിശോധിക്കണം. അതായത് നമ്മൾ കാലിൻ്റെ സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് സോൾ എടുക്കുന്നത്, എവിടെയാണ് പ്രഷർ പോയിന്റ് കൂടുതലുള്ളത് അത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും പേഷ്യൻ്റ് എവിടെയാണ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പം ഷൂസിൻ്റെ ഒരു എക്സാമിനേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവർ ഷൂ വെയറിങ് പോപ്പുലേഷനാണ്, നമ്മളതിൽ അറിയില്ല, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കണ്ടിട്ടില്ല. അപ്പം അതുപോലെ പീഡിയാട്രിക് പോപ്പുലേഷനിൽ ഷൂ വെയർ ആയിട്ട് എന്തെങ്കിലും ഫുട്ട് ആൻഡ് ആങ്കിൾ കേസസിൽ പറയാറുണ്ടോ? ഷൂ വെയറിൽ നമ്മുടെ ഇപ്പം ചില മക്കളിൽ ഫ്ലാറ്റ് ഫൂട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നത് മീഡിയൽ ആർച്ച് സപ്പോർട്ട് കൊടുക്കുന്നു, മീഡിയൽ 182 വെഡ്ജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഈ പറഞ്ഞ ഫ്ലാറ്റ് ഫൂട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ ഒരു നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം ആണ്. ഒരു ചിലപ്പോൾ ലെഗ്മെന്റ് ലാക്സിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കുതിഞ്ഞരുമ്പ് ടെൻഡോ അക്ലീസിൻ്റെ ടൈറ്റ്നസ് കൊണ്ടാവാം. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം. വി കനോട്ട് ഒരു ഓർത്തോസിസ്, അതായത് ഓർത്തോസിസ് എന്ന് പറഞ്ഞാൽ ഒരു മോഡിഫിക്കേഷൻ ഓഫ് സംതിങ്, അത് വെച്ചിട്ട് വി കനോട്ട് കറക്റ്റ്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ യൂസിങ് ഇറ്റ് വെൽ ആൻഡ് ഗുഡ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കറക്റ്റ് യുവർ ഡിഫോമിറ്റി. ആൻഡ് വെദർ നീഡ് ടു കറക്റ്റ് ദ ഡിഫോമിറ്റീസ് അഗെയിൻ ഡിബേറ്റബിൾ. അത് പെയിനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഒരു ഫുട്വെയറിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കുക, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സബ്സെറ്റ്, അതായത് നമ്മുടെ ഒരു റിജിഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഫുട്ടുകൾ നമ്മൾ വൺസ് കറക്റ്റഡ്, ലൈക്ക് ഒരു കഞ്ചനൈറ്റൽ വെർട്ടിക്കൽ ടാലസോ അല്ലെങ്കിൽ ഒരു ടാർസൽ കോയിലേഷനോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആസ് ദം ടു വെയർ എ ഫുട്വെയർ മോഡിഫിക്കേഷൻ. അതർ ദാൻ ദാറ്റ് നമ്മൾ ഒരു റുട്ടീൻ ഫ്ലാറ്റ് ഫുട്ടിന് അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല.
അതിൻ്റെ ഫുട്വെയർ എക്സാമിനേഷനൊന്നും വലിയൊരു ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ മെറ്റാടാർസൽ കണ്ടീഷൻ, നമ്മളെ മെറ്റാടാർസൽ ഹെഡിലുള്ള പെയിൻ, ഉം. അത് ഫുട്വെയർ മോഡിഫിക്കേഷൻ മാത്രമല്ല. ഇപ്പം നമ്മൾ ഫുട്വെയർ പ്രഷർ നോക്കിയിട്ട് സോൾസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഏരിയയിൽ മാത്രം കുറച്ച് ഓവർ പാഡിങ് വെച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ മാറ്റാം. പക്ഷേ ഇത് ചില കേസിൽ സർജറി റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. അത് പേഷ്യൻ്റ് ബോധവാന്മാരല്ല. അത് നമ്മുടെ പോപ്പുലേഷൻ അത് ഷൂ വെയറിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ചില കേസിൽ അത് നമുക്കറിയാൻ പറ്റും. കോക്കോ ഡിഫോമിറ്റി പോലെ അത് പ്രഷർ കാരണം ടെൻഡൻ ഇറിറ്റേഷൻ വരാറുണ്ട്, ആർത്രൈറ്റിസ് ചേഞ്ചസ് വരാറുണ്ട്. അവിടെ സർജറി ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഹെഡിലുള്ള ചേഞ്ചസ്. അപ്പോൾ ആ കേസിൽ ശരിക്കും എക്സ്റേ വേണം. സിവിയർ കേസ് ഇവിടുത്തെ ആൾക്കാർ നമ്മളിപ്പം ആ ഷൂവിൽ നമ്മൾ ഫോർഗീവിങ് ആണ് ആ കാര്യത്തിൽ. പക്ഷേ അതിൽ ശരിക്കും ഒരു എക്സ്റേ എടുക്കുന്നതിൽ തെറ്റില്ല, നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് ലാറ്ററൽ വ്യൂ എടുക്കുമ്പോൾ കാണാൻ പറ്റും, ആ ഹെഡിൻ്റെ ഷേപ്പും കാണാൻ പറ്റും. അത് ടോസിൽ ബാധിക്കും, അത് അൾസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ആ കേസിൽ ഒരു എക്സ്റേ നമുക്ക് പ്രത്യേകിച്ച് ലാറ്ററൽ വെയിറ്റ് ബെയറിംഗ് ലാറ്ററൽ വ്യൂ എടുക്കുക നമുക്ക് അറിയാൻ പറ്റും ഇത് ചേഞ്ചസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മാത്രമേ ചേഞ്ചസ് അറിയാൻ പറ്റുന്നത്. അതിൽ തന്നെ ഓസ്റ്റിയോട്ടമീസ് നമുക്ക് ചിലതിലാണെങ്കിൽ ക്രോസിങ് ഓവർ ഉണ്ടാവും, ഒരു ടോ മറ്റേ ടോയിലേക്ക് കയറി നിൽക്കും. അപ്പോൾ ഓസ്റ്റിയോട്ടമി തന്നെ 2 തരം ഓസ്റ്റിയോട്ടമി ഉണ്ട്. ജോയിൻറ്റ്ലി ചെയ്യുന്നുണ്ട്, കുറച്ച് മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഓസ്റ്റിയോട്ടമി നമുക്ക് ഈ മൂവ്മെൻറ്റ് കൂടി ഈ കയറി നിൽക്കുന്നത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അതൊരു കോമൺ കണ്ടീഷനാണ്. പക്ഷെ ആൾക്കാർ നെഗ്ലക്ട് ചെയ്യുന്നതാണ്. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്കായിട്ട് ആൾക്കാർക്ക് ചെരുപ്പ് വിടാം, കാരണം ആ ഒരു പെയിൻ ഫോർഗീവിംഗ് എന്നുള്ളൊരു നേച്ചർ നമുക്കുണ്ട്. ഷൂവില് അങ്ങനെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് അവര്. പക്ഷേ നമ്മുടെ പോപ്പുലേഷൻ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, കാരണം ഡയബറ്റീസ് നമ്മളെ പോപ്പുലേഷൻ അത്ര അധികം ഉള്ളപ്പം ഇവിടെയാണ് പ്രശ്നം. നമ്മളധികം എക്സാമിനേഷനിൽ അവിടുത്തെ അൾസർ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യും ഈ ക്രോസിംഗ് ഓവറൊക്കെ വരുമ്പോൾ. അപ്പോൾ ആണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ കുറച്ചും കൂടിയും ആൾക്കാരെ ബോധവാന്മാർക്ക് ആക്കേണ്ടതുണ്ട്. കാരണം അവിടെയാണ് അവിടെ നമ്മൾ ശരിക്കും ഡയബറ്റീസിൽ പറയുന്ന പോലെ കാല് ഇടയ്ക്കിടയ്ക്ക് എക്സാം ചെയ്യണമെന്ന് പറയും. അപ്പം നമ്മുടെ വിരലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കത് വിട്ടുപോകുന്ന ഏരിയയാണ്, അവിടെയാണ് അൾസർ ഡെവലപ്പ് ചെയ്യുക. ആ അൾസറാണ് പ്രോഗ്രസ് ചെയ്തിട്ട് ആംപ്യൂട്ടേഷൻ വരെ എത്തുന്നത്. അപ്പോൾ നമ്മളെ പോപ്പുലേഷനാണ് ഇത് കുറച്ചും കൂടി നേരത്തെ ടാക്കിൾ ചെയ്യേണ്ടത്. ഇത് പീഡിയാട്രിക്കലി പറഞ്ഞ പോലെ നമുക്ക് കോസ്മെറ്റിക് കണ്ടീഷൻ നമ്മളിവിടെ കുറവാണ്. പക്ഷേ എന്നാലും ഏത് പ്രായത്തിൽ, ഇപ്പം നമ്മൾ റീട്രീറ്റ്മെൻറ്റ് കേസ് ചെയ്തു, ബ്രാക്കി മെറ്റഡാസിയ, ഒരു 20 വയസ്സുള്ളൊരു ലേഡിക്ക് 2 കാലിലെയും 4ാമത്തെ വിരൽ ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് 2 രീതി ചികിത്സിക്കാം. ഒന്ന് ഗ്രാജുവലായിട്ട് ലെങ്തനിങ് ചെയ്യാം, പക്ഷെ അവർക്ക് ഒറ്റ സ്റ്റേജിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 1 സെൻറ്റിമീറ്റർ ലെങ്തനിങ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കാലിൽ ചെയ്യാനിരിക്കുന്നു. അതായത് 4ാമത്തെ വിരൽ ചെറുതായിരുന്നു, അതിപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ ലെങ്തൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് ആ കുട്ടിയുടെ തീരുമാനമാണ്, 20 വയസ്സായിട്ട് കുട്ടിയെടുത്താൽ ചെയ്യണം എന്നുള്ളത്. പീഡിയാട്രിക് കേസിൽ അങ്ങനത്തെ ഡിഫോമിറ്റീസ്, അതായത് വേറെ ബുദ്ധിമുട്ടില്ല, കോസ്മെറ്റിക് റീസണിൽ, പക്ഷേ എപ്പം ചെയ്യാം. ഫുഡ് സൈസ് മെച്യൂർ ആവുന്നത് പോലെ, അതായത് അതാണ് അതിൻ്റെ എക്സാക്റ്റ് ഉത്തരം. വെദർ യു ആർ ഡൂയിങ് എ കോസ്മെറ്റിക് കറക്ഷൻ, ലെറ്റ് ദ ഫുഡ് സൈസ് ബി മെച്യൂർഡ്. അതായത് നമ്മുടെ ഒരു 12 ഇയേഴ്സ് 13 ഇയേഴ്സ് വരെ നമ്മൾ ഫ്രീക്വൻ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു മാക്സിമം 9 മന്ത്സിനുള്ളിൽ നമ്മൾ അടുത്ത ഫുട്വെയർ വാങ്ങിക്കേണ്ടി വരും. വൺസ് യുവർ ഫുട്വെയർ ഇസ് നോട്ട് ചേഞ്ചിങ് ഫോർ ദ പാസ്റ്റ് 1 ഇയർ ഓർ സോ, ഇറ്റ് മീൻസ് ദാറ്റ് യുവർ ഫുട്ട് ഇസ് മെച്യൂർഡ്. ഒരു 13 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒരു ഫുട്ട് ആസ് റീച്ച് ദ അഡൽട്ട് സൈസ്, അപ്പോൾ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രൊവൈഡഡ് എല്ലാ ഗ്രോത്ത് പ്ലേറ്റും, അതായത് വളർച്ച ഉണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ ഫ്യൂസ്ഡ് ആണെങ്കിൽ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബ്രാക്കി മെറ്റാടാർസി ഒക്കെ പ്യുവർലി ഓപ്ഷണലാണ്. നമ്മളത് കോസ്മെറ്റിക് ഓപ്ഷൻ ഇൻ ദ സെൻസ് ദേ വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഡൺ, നമുക്കതിനുള്ള സാഹചര്യം ഉണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ബട്ട് ഇറ്റ്സ് ഫങ്ഷണലി നമുക്ക് എത്രത്തോളം നമുക്ക് അങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്യുവർലി കോസ്മെസിസ്, അത് കോസ്മെസിസ് ആഗ്രഹിക്കുന്നവർക്ക് അത് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതിൽ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു കൺസേൺ ഉള്ളത്, നമ്മുടെ 4ാമത്തെ ടോ ചെറുതായതുകൊണ്ട് ബാക്കി ടോസ് എല്ലാം കൂടി ലാറ്ററൽ ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ട്രോ ലെങ്തൻ ചെയ്തപ്പോഴാണ് അവർ ക്രൗഡിങ് അവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മളത് വിട്ടിരുന്നെങ്കിൽ പ്രോഗ്രസ് ചെയ്യുമ്പം ഈ ഹാലസ് വാൽഗസും ബാക്കി ഡിഫോമിറ്റീസ് എല്ലാം അതിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഒരു ഏരിയ മിസ്സിംഗ് ആണ്. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഭാവിയിൽ ഉണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഷൂ വെയറും കൂടി പോയിന്റ് ഷൂസ് ഇടുന്നവർക്ക് അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഏർലി കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാം. ഇത് നമ്മൾ 20ാം വയസ്സിലാണ് ചെയ്തതെങ്കിലും അപ്പോഴും ചെറിയൊരു ക്രൗഡിങ് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ ചെയ്യുകയാണെങ്കിൽ, മെച്ചൂരിറ്റി ചെയ്യുകയാണെങ്കിൽ ആ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇറ്റ്സ് ഒരു ഗ്രോയിങ് ബോണ്ടിൽ ചെയ്യുമ്പം അമീഷ് ആദ്യം പറഞ്ഞ പോലെ വി ഹാവ് ടു ഡു ഇറ്റ് സ്റ്റേജ്ഡ്. ആദ്യം വി ഹാവ് ടു ഡു ലെങ്തനിങ്, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു ഡു ലെങ്തനിങ്. ലേറ്റർ ഓൺ നമ്മൾ ആ ലെങ്തൻ ചെയ്ത ഭാഗത്ത് നമ്മൾ
റീജനറേറ്റ് എന്ന് പറയും, നമ്മൾ ലെങ്തൻ ചെയ്ത ഭാഗത്ത് പുതിയ ബോൺ ഫോം ചെയ്യും. അപ്പം അത് ചെയ്യേണ്ടി വരും. അത് ചെറിയ മിനി ഇറ്റാലിയൻ ഫ്രെയിംസ് ഒക്കെ അവൈലബിൾ ആണ്. വി കൻ ലൈക്ക് വാട്ട് വി ഡു ഫോർ എൻ LRS, അതായത് ലിംബ് റീകൺസ്ട്രക്ഷൻ സിസ്റ്റം പോലെ തന്നെ, അതുപോലെ തന്നെ ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ച് ചെയ്യാവുന്നതാണ്. ബട്ട് ഗ്രോയിങ് ബോണിലാവുമ്പോൾ വി ഹാവ് ടു ഡു ഇറ്റ് ആസ് സ്റ്റേജ്ഡ്. സിംഗിൾ സ്റ്റേജിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അമീഷ്, നമ്മുടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വെർട്ടിക്കൽസും ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് സ്പൈൻ ഉണ്ട്, വി ഹാവ് ദ ബെസ്റ്റ് ആർത്തോപ്ലാസ്റ്റി ടീം, സൂപ്പർ ഹാൻഡ് ട്രോമ റീകൺസ്ട്രക്റ്റീവ് ഡിവിഷൻ, ആൻഡ് വി ഹാവ് പീഡിയാട്രിക്, മൈസെൽഫ് പീഡിയാട്രിക് ഓർത്തോ ഉണ്ട്. ഇപ്പം ഏതൊരു പ്രോബ്ലത്തിൽ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു വി ഹാവ് ഗോട്ട് എ ടീം ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു ടീമാണ്. ഇത്രയും നല്ലൊരു ടീം ഞാൻ ഇനി മുന്നേ വർക്ക് ചെയ്ത് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്ഡേറ്റിംഗ് ആണ്, അപ്ഡേറ്റിംഗ് ഫീൽഡാണ്, പുതിയ കാര്യങ്ങൾ വരുന്നു. അപ്പം നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ പലരും പല സ്പെഷ്യലും ട്രെയിൻഡ് ആണ്, ടീമായിട്ട് വർക്ക് ചെയ്യുന്നതും അത് തന്നെ പുതിയ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോളിസിയാണ്, ലേറ്റസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നു, പുതിയ ഫെലോഷിപ്പിൽ ചെയ്യുന്നു, പുതിയ ട്രെയിനിങ് എടുക്കുന്നു. എല്ലാവരും, അത് ട്രെയിൻ സർജൻസ് പോലും പിന്നെയും പുതിയ ട്രെയിനിങ് എടുക്കുന്നു. അപ്പം അങ്ങനെ സെൻറ്ററിലേക്ക് എത്തിപ്പെടുമ്പം ഇപ്പം എൻ്റെ അടുത്തൊരു കേസ് വരുമ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കൂടി എനിക്ക് റെഫർ ചെയ്യാൻ ഓപ്ഷൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അത് വേറെ റെഫറൻസ് അല്ല, നമ്മുടെ അടുത്ത് തന്നെ ഡിസ്കഷൻ വരുന്നു, അത് നമ്മുടെ അടുത്ത് തന്നെ റെഫർ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫുഡ് ആംഗിൾ കേസ് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു റെഫർ ഒപ്പീനിയൻ ചോദിക്കുന്നു. ഇപ്പോൾ പീഡിയാട്രിക് കേസ് വരുമ്പോൾ ഞാൻ അനൂപ് സാർ റെഫറൻസ് വരുന്നു, ഹാൻഡ് ഉണ്ട്, ആർത്തോപ്ലാസ്റ്റി ഉണ്ട്, ട്രോമ ഉണ്ട്, ആർത്രോസ്കോപ്പി ഉണ്ട്, സ്പൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്കിടയിൽ തന്നെ നമുക്ക് പിന്നെ ചില ആൾക്കാർ ലാക്ക് ചെയ്യുക നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഡിവിഷനാണ്. അതിനും നമുക്കൊരു ഓർത്തോ പ്ലാസ്റ്റിക് ടീം ഉണ്ട്, വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്കിടയിൽ തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കേസ് വന്നാൽ ഓക്കെ, എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ചികിത്സിക്കാനല്ല, നമുക്കൊരു ഒപ്പീനിയൻ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാൻ പറ്റും, ഇതിന് വേറെ എന്താണെന്നുള്ളത് പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ പറ്റും. അതാണ്, പേഷ്യൻസിനൊരു ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഇതിന് സർജറി ഇല്ല, സർജറി വന്നിട്ടുണ്ടാകും, അതിൽ ട്രെയിൻ ചെയ്ത ആൾക്ക് നമുക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പം അത് നമുക്ക് പുറത്തേക്ക് റെഫർ ചെയ്യേണ്ട, നമുക്കിടയിൽ തന്നെയാണ് അത് റെഫറൻസ് വരുന്നതും. ടീമായിട്ട് വർക്ക് ചെയ്ത് നമുക്കൊരു പേഷ്യന് നല്ല കെയർ കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ ടീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ടീം എഫേർട്ടിൻ്റെ ഒരു ഗുണം.